കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ, സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഷെയ്ക്കേന ടെലിവിഷനിലൂടെ ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് തിരിക്കുന്ന ഒരു വലിയ അഭിഷേക ശുശ്രൂഷ, 40 ദിവസം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ജൂൺ 29 മുതൽ ഓഗസ്റ്റ് 7 വരെ പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക, ഒരു പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സ്വർഗം ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം സ്വർഗത്തെ നോക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. പ്രത്യേകമായിട്ടും ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ലോകജനത എത്രയൊക്കെ ശക്തിയുക്തം പലവിധ കാരണങ്ങളാൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴും പ്രാർത്ഥന എന്ന ആയുധത്തേക്കാൾ അതിനേക്കാൾ വലിയൊരു വാക്സിനേഷൻ ലഭിക്കാനില്ല. ഇത്തരുണത്തിലാണ് ലോകത്തെ ഉണർത്തുന്ന, സ്വർഗത്തെ തുറക്കുന്ന ഈ മഹാപ്രാർത്ഥനാ ദിനങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഈ ദിനങ്ങളിലേക്ക് ഈശോയുടെ നാമത്തിൽ ഏറ്റവും എളിമയോടെ ലോകം മുഴുവനിലുമുള്ള എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മാത്രമെന്ന് പരിശുദ്ധ അമ്മ അവസാന നാളുകളിൽ പറയുമ്പോൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ എവിടെ ഒരുക്കപ്പെടുന്നുണ്ടോ അവിടേക്ക് കണ്ണും കാതും ജാഗരൂകമാക്കി, ഹൃദയത്തെ ഉയർത്തി, മനസ്സിനെ ഉണർത്തി, സുസജ്ജമായി എല്ലാ മക്കളും ഒരുങ്ങാൻ ഈ ഒരവസരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. സഭയിലും ലോകത്തിലും അസമാധാനം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തിന്മ ആധിപത്യം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭയാനകമായ നാശത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ ലോകത്തെ എങ്ങനെ നമുക്ക് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും? ഒരേ ഒരു മാർഗമേ അതിനുള്ളൂ. പരിശുദ്ധ അമ്മ തൻ്റെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും നമുക്ക് വെളിപ്പെടുത്തി തന്ന മാർഗം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും മാർഗം. ലോകത്തെയും സഭയെയും പുനരുജ്ജീവിപ്പിക്കുവാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി പ്രാർത്ഥനയുടെ വഴിയാണ്, പരിത്യാഗത്തിൻ്റെ വഴിയാണ്. അതിനാൽ പ്രാർത്ഥിക്കുവാനായി നമുക്ക് കരങ്ങൾ കോർക്കാം. ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക.